ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി. നിലവിൽ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒന്ന് എഞ്ചിൻ ഓയിലിൻ്റെ ലീക്ക്, എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്രോൾ ടാങ്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്. ചേസിൻ്റെ ഭാഗം വെൽഡ് ചെയ്യണ കേസ്, അങ്ങനെ 1-2 വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളത് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പോക്കറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നത്. അപ്പോൾ നമുക്ക് സ്പോക്കറ്റ് ഓയിൽസിലും ഈ കാണുന്ന റബ്ബറും, പുഷ് റോഡ് റബ്ബർ എന്ന് പറയാം, ആ റബ്ബർ കൂടി മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചേസിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റിൻ്റെ അടിയിൽ വന്ന ഭാഗത്താണ് പ്രോബ്ലം വന്നേക്കാം. അത്യാവശ്യം തുരുമ്പിട്ട് ഇങ്ങനെ വിട്ടൊരവസ്ഥയിലാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ആ ബോഡിയൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് ആ പൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്യുക, എന്നിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടീഷനിലെല്ലാം ഒന്ന് തുറന്ന്, ഇപ്പോൾ ബോഡി ഒന്ന് അഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ കണ്ടീഷനിലൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റാണെങ്കിൽ നന്നായിരിക്കും. കാരണം ആ ഉള്ളിലത്തെ അഴുക്കൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അത്യാവശ്യം എവിടെയെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടച്ച് ചെയ്ത് പോകാനും പറ്റും. പിന്നെ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഒരു വണ്ടി ഐഡ്ലിങ് നിൽക്കുന്ന സമയത്ത് ഓഫായി പോകേണ്ട കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റിൻ്റെ ഭാഗം ചെറിയൊരു ബ്ലോക്കായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടിയായി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും. അതല്ലാതെ കൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും തോന്നണില്ല ഇതിൻ്റെ ഭാഗത്ത് കേട്ടോ. പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണം, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പ്ലഗ് കിടക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും പുതിയ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നിലവിൽ ഇത്രയും കേസാണ് പറഞ്ഞേക്കണത്, ജനറൽ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അതേപോലെ തന്നെ ഈ വാട്ടർ സർവീസും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. കാരണം ഈ കവറൊക്കെ അഴിച്ച് ഇവിടെയൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ചെയിനും കൂടി കൂട്ടത്തിൽ കിടന്ന് ഗ്രീസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയറായി പോകുള്ളൂ. അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. നാളെ വൈകിട്ടത്തേക്കാണ് നമുക്ക് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.